ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുൻകൂർ ജാമ്യം. നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസിലാണ് ആലപ്പുഴ സെഷൻസ് കോടതി 5 പ്രതികൾക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചത്. വിധി നിരാശാജനകമെന്നും നിയമപോരാട്ടം തുടരുമെന്നും പരാതിക്കാരനായ AD തോമസ് MLA പറഞ്ഞു. ഉത്തരവ് പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. നവകേരള യാത്രക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ചതിൽ UDF സർക്കാർ പുനരന്വേഷണം പ്രഖ്യാപിച്ച് പ്രതി ചേർത്തതിനു പിന്നാലെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ വിശദമായ വാദം കേട്ടതിനു ശേഷം ആലപ്പുഴ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസ് 5 പ്രതികൾക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചു. IPC 308 വകുപ്പ് ചേർത്തതിൽ അസ്വാഭാവികത ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടതിയുടെ ഉത്തരവ്. പ്രതികൾ പരാതിക്കാരെ സ്വാധീനിക്കില്ലെന്ന് കോടതി വിലയിരുത്തി. തെളിവ് കണ്ടെത്താൻ പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി തള്ളി. നിലവിൽ പ്രതികൾ ഉപയോഗിച്ച ലാത്തി സറണ്ടർ ചെയ്തിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. ഒരു പ്രതി കീഴടങ്ങാൻ തയ്യാറായി കോടതിയെ ആശ്രയിക്കുമ്പോൾ അവിടെ അത് മറച്ചു വെച്ചുകൊണ്ട് ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രതി എങ്ങനെങ്കിലും കീഴടങ്ങിയ ശേഷം പ്രതിയെ നോൺ ബെയിലബിൾ ഒഫൻസ് അലജ് ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുൽസിത ശ്രമം നടത്തിയതിനെ കോടതി കണ്ടെത്തി. വ്യാഴാഴ്ച 5 പ്രതികളും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. രാവിലെ 10 മുതൽ 4 വരെ 3 ദിവസത്തേക്ക് പ്രതികളെ ചോദ്യം ചെയ്യാം. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ 1 ലക്ഷം രൂപ ബോണ്ടിലും 2 പേരുടെ ആൾജാമ്യത്തിലും പ്രതികളെ ജാമ്യത്തിൽ വിടാം. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് പ്രതികളോട് കോടതി നിർദ്ദേശിച്ചു. SITക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നും നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും പരാതിക്കാരനായ AD തോമസ് MLA അറിയിച്ചു. ഇന്നത്തെ വിധിയിൽ കടുത്ത നിരാശയും ഞങ്ങൾക്ക് 2 പേർക്കുമുണ്ട്. പക്ഷേ ഇത് ഒന്നിൻ്റെയും ഒരു അവസാനമല്ല എന്ന് മനസ്സിലാക്കുകയാണ്. നിയമ വിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നാണ് പ്രത്യേകമായി പറയാനുള്ളത്. കോടതി ഉത്തരവ് തിരിച്ചടിയായി കാണുന്നില്ല എന്നും ആവശ്യമെങ്കിൽ അപ്പീൽ പോകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അത് തിരിച്ചടിയായിട്ടൊന്നും കാണുന്നില്ല. എന്താണ് കോടതി വിധി എന്ന് പരിശോധിച്ച ശേഷം അതിന് അപ്പീൽ പോകണമെങ്കിൽ അപ്പീൽ പോകും, മറ്റ് നിയമ വഴികൾ തേടും. അതാണ് സാധാരണഗതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽ കലിയൂർ, സന്ദീപ് S, വിപിൻ, അരുൺ, ഷൈജു എന്നിവരാണ് കേസിലെ പ്രതികൾ. ന്യൂസ് മലയാളം, ആലപ്പുഴ.